അരവിന്ദേട്ടൻ എന്താ എവിടെ കിടക്കുന്ന? ആവോ, ആർക്കറിയാം. നീ എന്താ എവിടെ നിന്ന് കിടക്കുന്നത്? അത് ശരി, ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ എന്നോട് ചോദിക്കുന്നോ? അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? എടാ അനിയ, വെറുതെ എന്റെ സ്വഭാവം മാറ്റണ്ട. ഫസ്റ്റ് നൈറ്റ് മോസ്കിറ്റോ നൈറ്റ് ആക്കിട്ട് വന്നിരിക്കുന്നു. ആദ്യ രാത്രിക്ക് ഒറ്റയ്ക്ക് മാനവും നോക്കി കൊതുവിനെ തല്ലിക്കൊന്നും കിടന്ന ഒരേ ഞാൻ മാത്രമായിരിക്കും. സന്തോഷമല്ല രണ്ടുപേർക്കും. ഞങ്ങൾക്ക് ഒരു സന്തോഷം ഇല്ല അരവിന്ദേട്ട. ഇത് അരവിന്ദേട്ടൻ പറയണ ഞങ്ങളോടല്ല. എന്റെ പൊന്നു പെങ്ങളെ, വാ തുറക്കല്ലേ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എടാ, ഒരു കോയിൻ വെച്ച് തകർത്തില്ലേ എന്റെ ജീവിതത്തിന് തുടക്കം? നീ നിന്റെ ഇഷ്ടത്തിന് സംസാരിച്ചോണ്ടിരിക്കപ്പോ. എടാ, എന്റെ ഇഷ്ടത്തെ പറ്റി പറഞ്ഞതല്ല, എന്റെ കഷ്ടത്തെ പറ്റി പറഞ്ഞതാ. ഓ, പോത്തുപോലെ കിടന്നുറങ്ങിയിട്ട് വന്നേക്കുവാ. ഞാനിവിടെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഒരു വീട് മാത്രമല്ല നീയൊക്കെ ഇരുട്ടാക്കിയത്, എന്റെ ജീവിതം കൂടിയാ. എടാ, മര്യാദക്ക് സത്യം പറ. ചരു, നീ വന്നേ, വാ 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 വാ. എടാ നിക്ക്. എടാ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് പോ. എടാ, നീയാണ് ബൾബിന്റെ ഹോൾഡർ കോയിൻ വെച്ചത്, അതോ നിന്റെ ഭാര്യ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് വെപ്പിച്ച? പറയടാ. ഇത് ആലോചിച്ചിട്ട് എന്റെ തല പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലായി. എടാ അനിയ, പറഞ്ഞിട്ട് പോടാ. പറയടാ പ്ലീസ്. ചേട്ടാ, നിന്നെ ഓർത്ത് ചിരിക്കണോ അതോ കരയണോ എന്ന് എനിക്കറിയില്ല. ബ്രോ, ഞാൻ പറയുന്ന വിശ്വസിക്കേ, ഞങ്ങൾക്കൊന്നും അറിയില്ല. നീ കൂടുതൽ അഭിനയിക്കല്ലേ? ആശിച്ച് മോഹിച്ച് കാത്തിട്ടൊരു ഫസ്റ്റ് നൈറ്റാടാ നീയൊക്കെ തകർത്തത്. മരുഭൂമി വില വറ്റ് വരണ്ട് കിടന്ന എന്റെ മനസ്സിൽ ഒരു തുള്ളി വെള്ളം വീഴാൻ നീ അനുവദിച്ചിട്ടുള്ള ദുഷ്ട. പക്ഷേ ഇന്ന് രാത്രിയിൽ ആ മരുഭൂമിയിൽ വെള്ളം വീഴും. അതില്ലാതാക്കാൻ നീയൊക്കെ എന്ത് വെള്ളം ചെയ്തോ? ബൾബിന്റെ ഹോൾഡറിൽ കോയിൻ വെച്ചോ, ഇല്ലെങ്കിൽ പോസ്റ്റ് കയറി ലൈൻ രണ്ട് കട്ട് ചെയ്തോ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാനേ ജനറേറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫുൾ ടാങ്ക് പെട്രോളും. ഇന്ന് എന്റെ മോഹങ്ങള് നടന്നിരിക്കും, നടത്തും ഞാൻ. ഇല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ ശ്രേയ മേഡത്തിന്റെ ഭർത്താവ് അരവിന്ദൻ അല്ലടാ ഞാൻ, കേട്ടാ. ഒരു ചലഞ്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്ക. നാണില്ലല്ലോടാ നിനക്ക്? എന്റെ കാമദേവാ, ഇവന്റെ ആഗ്രഹങ്ങൾ നടത്തി കൊടുത്തേക്കണേ. കോഴിക്ക് അറിയൂ മുട്ടയിടുമ്പോൾ വേദന. ഓ, കെട്ടിയാൻ പോയ കണ്ടില്ലേ, പിന്നാലെ പോകുന്നില്ലേ നീ? രണ്ടും കൂടെ എനക്കുരികളെ പോലെ നടക്കൂലേ? അതാ എന്റെ വേദന മനസ്സിലാവാത്തെ. മനസ്സിലാക്കി തരാം ഞാൻ, സമയമുണ്ടല്ലോ. അരവിന്ദേട്ടനെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നു, വേദന. പാവം തോന്നുന്നു? എന്നെ കണ്ടോ? ഒരു കല്യാണം കഴിച്ചനാണോ? അമ്മയെ പറഞ്ഞാ മതിയല്ലോ. ഓ, വല്ലതും നടന്നിരുന്നെങ്കിൽ ഈ സമയത്ത് ഞാൻ എണീക്കില്ലായിരുന്നു, മൂടി പുറച്ച് ഉറങ്ങിയനെ. സന്യാസിനി നിന്റെ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി നിന്നു. പക്ഷെ നീ അത് കണ്ടില്ലല്ലോ മാഡം.